സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഷെയ്ഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിന്ന് ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന സാധനമാണ്, എനിക്ക് സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്നുള്ളത്. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബിംഗ് ആണ്. അപ്പൊ അതിന് ഞാൻ ഒരു ബൗളിൽ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ കമന്ന് പോകാതാണ് ഇങ്ങനെ അടിക്കുന്നത്. അതിലോട്ട് ഒരു സ്പൂൺ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ദെൻ വേണ്ടത് ഒരു കവറിലെ ബ്രൂ ആണ്. ബ്രൂ എപ്പോഴും ഇൻസ്റ്റന്റ് എടുക്കാനായിട്ട് നോക്കുക, അതാണ് കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ബ്രൂ ഇൻസ്റ്റന്റ് നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിടാം. ഒരു പാക്കറ്റ് മതിയാവും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 1 to 2 മിനിറ്റ് വരയ്ക്കും നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സർക്കുലർ മോഷനിൽ തന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്യരുത്, അല്ലാന്നുണ്ടെങ്കിൽ മണി താഴോട്ട് അങ്ങനെയല്ല, സർക്കുലർ മോഷനിൽ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടിരിക്കാനായിട്ട് നോക്കുക. നെറ്റിയിലും എല്ലായിടത്തും. മൂക്കിന്റെ ഭാഗത്ത് കുറച്ച് ചെയ്ത് കൊടുക്കുക. അതും മൈൽഡായിട്ട് മാത്രം ചെയ്താൽ മതിയോ, ഭയങ്കരമായിട്ട് ഉരയ്ക്കാനൊന്നും പാടില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ മൂക്കിന്റെ ഭാഗത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ കോഫിയിൽ നല്ലതുപോലെ ടാൻ റിമൂവ് ആക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഡാർക്ക്നെസ്സും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഫി നമ്മുടെ സ്കിന്നിൽ കൊടുക്കുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് എന്നൊക്കെ പറയില്ല, അത് കിട്ടാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന അരിപ്പൊടി, അതൊരു സ്ക്രബിങ് ഏജന്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തരിത്തരി ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി, അതുപോലെ തന്നെ ഈ സ്ക്രബിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ടേ കുറച്ചുകൂടി ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഒരു ബ്രൈറ്റനിങ് ഏജന്റ് ആണെന്ന് തന്നെ പറഞ്ഞുതരാം. റീസെന്റ് ആണ് ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ട്രെൻഡിങ് ആയി തുടങ്ങിയത്. അതിന് മുന്നേ വരയ്ക്കും നമ്മൾ ലിപ് ബാം ഒക്കെ ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ ലിപ് പിഗ്മെന്റേഷൻ ഉള്ളവരൊക്കെ ഇത് ഇടുമ്പോൾ നല്ലതുപോലെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പൊ ഇതും സ്കിന്ന് നല്ലതുപോലെ സോഫ്റ്റും സ്മൂത്ത് ആയിട്ട് വെക്കാനും അതുപോലെ കുറച്ച് കളർ ടൂണൊക്കെ ഇമ്പ്രൂവ് ആക്കാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് ചെയ്യുന്നതാണേ. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം വീഴും. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ എന്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സ്ക്രബിങ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ നല്ലതുപോലെ റിമൂവ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതെങ്ങനെ റെഡി ആക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് കുറച്ച് കടലമാവാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് കടല പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേണോന്നുള്ളവർക്ക് കോഫി ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ കോഫി ആഡ് ചെയ്തു. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞളാണ് യൂസ് ആക്കുന്നത്. ഈ ബോട്ടിലൊന്നും നോക്കണ്ട, സ്കിൻ കെയർ ചെയ്തിട്ട് ബാക്കി വന്ന ബോട്ടിൽസിൽ ഞാൻ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് പാക്ക് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ആക്കാണ്. കൺസിസ്റ്റൻസി നോക്കിക്കോണേ, നല്ല ലൂസ് ആവാനും പാടില്ല, നല്ല തിക്ക് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കടലമാവിന്റെ
കടലമാവ്. കടലമാവ് സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റൻ ആക്കാൻ, ടാൻ റിമൂവ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പല സെലിബ്രിറ്റീസും ഇപ്പോ ഒരുപാട് റിവ്യൂസിൽ അതുപോലെ ഒരുപാട് വീഡിയോസിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കടലമാവ് എന്ന് പറയുന്നത്. ടാന് നല്ലതുപോലെ റിമൂവ് ആക്കാനും അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു കടലമാവ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്കിൻ നല്ല. ഓക്കെ, കോള് വന്നത് അമ്മ വിളിച്ചതാണ്, അപ്പൊ അതാണ് കട്ടായി പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിന്റെ കാര്യമാണ്. അപ്പൊ ബീട്രൂട്ട് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിങ്കിൾസ്, ആന്റി ഏജിങ് ഒക്കെ മാറ്റി നല്ലതുപോലെ ബ്രൈറ്റൻ ആയിട്ടും ഇങ്ങനെ പ്ലംബി ആൻഡ് സ്മൂത്ത് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്തെടുക്കാം. പിന്നെ മഞ്ഞളിന്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് കേരളത്തിലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. പണ്ട് തൊട്ടേ ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതും അത്യാവശ്യം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന, നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും ബ്രൈറ്റനിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ മഞ്ഞളിന് പകരം കോഫി അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെന്ന് വിചാരിക്കുക, പിമ്പിൾസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആഗ്നയുടെ ഈ ഒരു ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന ടൈം, ഒരു ഊണ്ട് പോലെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ മഞ്ഞൾ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ കുറച്ചുകൂടി ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ള സാധനമാണ്. അപ്പം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുറിവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നീറ്റൽ വരും. എനിക്കത് പേഴ്സണലി പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഊണ്ട അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുള്ള ടൈമിൽ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക, നല്ലതുപോലെ നീറ്റി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം നമുക്ക് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ഹോം റെമഡീസ് മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ, ഇപ്പൊ വേറെ സ്കിൻ കെയർ പ്രോഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡൗട്ടാണ്, ഞാൻ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കൺ ആവുന്നു എന്നുള്ളത് മെയിൻ ആയിട്ട് പറയുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു പറയുന്ന ഒരു ഇതാണ് അതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഹോം റെമഡീസ് എന്ന് പറയുന്നതായാലും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഗ്രാജുവലി പയ്യെ ഓരോ ദിവസം ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് പിന്നെയും ആ ഒരു നാച്ചുറൽ ഇതിലോട്ട് വരാറുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്ന കാര്യമാണ്, നാച്ചുറൽ റെമഡീസ് ഒന്നും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആവൂല, ചുമ്മാ കണ്ടന്റിന് വേണ്ടി ചെയ്യാണെന്ന്. അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണെന്ന് വിചാരിക്കാം, പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് റോഡിൽ വണ്ടി ഇറക്കി പോകാൻ പറ്റില്ല, മൂട് കുത്തര വീണ് കിടക്കും. അതുപോലെയാണ് നമ്മളൊരു ഹോം റെമഡീസ് ട്രൈ ചെയ്യുമ്പോഴും ഉള്ളത് അത്രയും വാരി ഇടാണ്ടിരിക്കുക, സ്കിന്ന് ഫുള്ള് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് പയ്യെ ഓരോ സ്റ്റെപ്പ് വെച്ച് വരുമ്പോൾ അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാണ്ട് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരർത്ഥമുള്ള കാര്യമില്ല. ഒരു ദിവസം കൊണ്ട് ഒരു പെർമനന്റ് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ആരും ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഒരു 3 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു സാധനം ചെയ്തെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 4ന്റെ അന്ന് നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റനിങ് ആയിരിക്കും. ആ ഒരു കളറ് നിങ്ങൾ എത്ര കാലം വരെ വെയിലത്തിറങ്ങാണ്ടിരിക്കുന്നു അത്രയും കാലം അത് പെർമനന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഓക്കെ അല്ലേ? പിന്നെ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഏക്കാണ്ടിരിക്കുക, അത് ഇരട്ടി കടക്കാറുണ്ട്. കാര്യം നമ്മൾ സ്കിന്നിന് ഒരു കെയർ കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് സൺലൈറ്റ് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ട് തോന്നിയതും ഒരു കളർ ടോണൊക്കെ ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നത്. ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ഹോം റെമഡീസ് ചെയ്താലും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോ നിങ്ങൾ വേണമെങ്കിൽ ഈ ഡോക്ടേഴ്സിനെ പോയി കാണും, ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ടൊക്കെ കാണും നിങ്ങൾക്ക്. എന്നാലും അത്രയ്ക്ക് നല്ലൊരു
അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം പറയുന്ന കാര്യമാണ് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കാര്യം ഇപ്പോഴത്തെ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഈ കാര്യം എടുത്ത് പറയാറുണ്ട്. കാര്യം അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ അല്ലേ? എനിക്ക് ചൂടെടുക്കുന്നു. അപ്പൊ ഞാൻ ഒരു 15 മിനിറ്റ്, ഇനി 5 മിനിറ്റ് ആയി കാണും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ തുണിയിലൊക്കെ ആയി. ഓക്കെ, അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ എൻ്റെ സ്കിന്നിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സ്കിന്ന് കുറച്ച് ഡള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്കിന്ന് വന്ന് കുറച്ച് സ്മൂത്തനിങ് ഉണ്ട്, സ്മൂത്തനിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ടോൺ എനിക്ക് ഒരു ഷെയ്ഡ് ചേഞ്ച് ആയിരുന്നു. ഞാൻ കള്ളം പറയുന്നില്ല, 2-3 ഷെയ്ഡൊന്നും ചേഞ്ച് ആയിട്ടില്ല. പക്ഷേ ഒരു ഷെയ്ഡ് വരെ ചേഞ്ച് ആവാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് തുടക്കട്ടെ. കണ്ടില്ലേ കണ്ടില്ലേ? നല്ലൊരു ചേഞ്ച് ഇല്ലേ? എൻ്റെ കൈയും ഫേസും നോക്കിയാണ്. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. നല്ല സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആയി. കണ്ടോ? അപ്പൊ ഇതിന്റെ റിസൾട്ട് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോരം വർക്കിംഗ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ സ്കിന്നിന് കളർ ടോൺ ചേഞ്ച് ആവണം എന്നുള്ളവർ പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റെപ്സ് 2-3 ദിവസം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം, ക്ലെൻസർ അല്ലല്ലോ, സ്ക്രബിങ് നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് പാടില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 3 യൂസ് ചെയ്യാം, പക്ഷെ 2 ചെയ്താൽ മതിയാവും. ബാക്കി ഈ ഒരു പാക്ക്, ഞാൻ പറഞ്ഞ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയി, ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അല്ല, നിങ്ങളിപ്പോൾ ഹോം റെമഡീസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളവർക്ക് ആലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കിന്നിന് ഇപ്പോൾ എന്താണ് നമ്മളൊരു പാക്കൊക്കെ ട്രൈ ചെയ്തല്ലേ, അപ്പൊ കുറച്ചുകൂടി ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ 3 സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.